ഒരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള കൊച്ചു തിണ്ണയിലിരുന്നിട്ട് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ചെറിയൊരു മയക്കമൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. ഹലോ, ഇതെന്താണ് ഈ സംഭവം? ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. അപ്പോൾ വീണ്ടും ഒരു വിളി. ഹലോ, ഇവിടെ. ഈ പുസ്തകത്തിലിരുന്ന് ചെറിയ ഉറുമ്പിൻ്റേതായിരുന്നു ആ ശബ്ദം. ഹലോ, ഇതെന്താ ഈ സംഭവം? നീ എന്ത് സംഭവത്തിൻ്റെ കാര്യമായി ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചു. അപ്പോൾ അവനവൻ്റെ ചെറിയ കാലുകൾ കൊണ്ട് ആ പേജിൽ വീണ്ടും വീണ്ടും തൊട്ട് കാണിച്ചിട്ട് ചോദിച്ചു, ഞാനീ നിൽക്കുന്ന ഈ വെളുപ്പും കറുപ്പും നിറഞ്ഞ ഈ വലിയ സംഭവം അതെന്താണ്? ഓ, ഇതൊരു പുസ്തകമാണ്, ഞാൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് വീണ്ടും ചോദിച്ചു, പുസ്തകം എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ദേഷ്യം വന്നു. ഒന്ന് പതുക്കെ ഉറക്കം പിടിച്ച് വന്നതായിരുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ ഉറുമ്പിനോട് ചൂടായി. ഉറുമ്പ് പറഞ്ഞു, ചൂടാവല്ലേ, ഞാൻ ചെറുതാണെന്ന് എനിക്കറിയാം. എങ്കിലും മരിച്ചു മണ്ണടിയുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ അറിയാനൊരാഗ്രഹം, ജിജ്ഞാസയാണ് മുഴുവൻ. ഞാനൊരു ശ്രമം നടത്താമെന്ന് തീരുമാനിച്ചു. ശരി, എങ്കിൽ ഞാൻ പറയാം. നീ ചുറ്റുമുള്ള മരങ്ങളൊക്കെ കണ്ടില്ലേ? അതിൻ്റെ തടിയിൽ നിന്ന് ഈ വെളുത്ത നേർത്ത പേപ്പറുകളുണ്ടാക്കും. ഒരുപാട് പേപ്പറുകൾ കൂട്ടിത്തുന്നി ഇങ്ങനെ കട്ടിയുള്ള ഒരു പുസ്തകമാക്കും. ഇതിലെ ചെറിയ കറുത്ത വള്ളികളും പുള്ളികളും കുത്തുകളുമൊക്കെ കണ്ടില്ലേ? ചെറുതെന്ന് പറഞ്ഞാൽ നിന്റെ വലുപ്പമുള്ള വലിയ, അതാണ് അക്ഷരങ്ങൾ. അക്ഷരങ്ങളോ? അത് ചോദിച്ചു. അതെ, അക്ഷരങ്ങൾ. മനുഷ്യർ ആശയങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ, പങ്കുവയ്ക്കാൻ ഈ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ വള്ളിയും പുള്ളിയും ഒക്കെ എങ്ങനെയാണ് ആശയങ്ങൾ സൂക്ഷിക്കുന്നത്? എനിക്കും ക്ഷമ നശിച്ചു. മിസ്റ്റർ ഉറുമ്പേ, ഇങ്ങോട്ട് നോക്കാം. ഞാൻ എത്ര പറഞ്ഞു തന്നാലും നിനക്കിത് മനസ്സിലാകില്ല. നമ്മുടെ ഉറുമ്പ് പിന്മാറാൻ തയ്യാറല്ലാതെ വീണ്ടും ഒരിക്കൽ കൂടി ആകാംക്ഷയോടെ എന്നെ നോക്കി. ഒരിക്കൽ കൂടി ഞാൻ പരിശ്രമിക്കാൻ തീരുമാനിച്ചു. നീ കാണുന്ന കറുത്ത വരകൾ അക്ഷരങ്ങളും അക്കങ്ങളുമാണ്. പക്ഷേ ഇതെങ്ങനെ അക്ഷരങ്ങളും അക്കങ്ങളുമാകും? അങ്ങനെ തോന്നുന്നില്ലല്ലോ. അക്ഷരങ്ങളും അക്കങ്ങളും എന്ന് വെച്ചാൽ ഇവ അതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളാണെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. ഉറുമ്പ് പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഇതെൻ്റെ ബുദ്ധിക്കും എൻ്റെ ചിന്തയ്ക്കും ഒക്കെ അപ്പുറമാണ്. എനിക്കൊരിക്കലും നിങ്ങളുടെ അത്രയും ബുദ്ധിയോ നിങ്ങളുടെ അത്രയും ചിന്തയോ സാധിക്കില്ല. നിങ്ങൾ മനുഷ്യരുടെ അത്രയും അറിവ് നേടാനും എനിക്ക് കഴിയില്ല. എങ്കിലും എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരല്പമെങ്കിലും അറിവ് ഇന്ന് കൂടുതലായല്ലോ. അതിൽ ഞാൻ നന്ദി പറയുന്നു. ഭൂമിയിൽ നന്നായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, അത് ആശംസിച്ചു. നിനക്കും കഴിയട്ടെ, ഞാനും തിരിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ആ പുസ്തകമൊക്കെ വായിച്ചു തീർത്തു. എന്നിട്ടും ഈ ഉറുമ്പിൻ്റെ ശബ്ദം മാത്രം എന്നെ വിട്ടുപോയില്ല. അതിങ്ങനെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ഞാൻ അകലെ കാണുന്നത് പതിയെ താഴുന്ന സൂര്യൻ, മേലെ തെന്നി നീങ്ങുന്ന മേഘങ്ങൾ, കൂടുകളിലേക്ക് ചിറകുകൾ വിടർത്തി മടങ്ങുന്ന പക്ഷികൾ, ഇലകൾ നിറഞ്ഞ വലിയ മരങ്ങൾ, ചെറിയ കുഞ്ഞു പൂക്കൾ നിറഞ്ഞ ചെടികൾ, ഒരു നനുത്ത കാറ്റ്. ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഹലോ, ഇതെന്താണ് സംഭവം? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന ഈ നീലഗോളത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം? അപ്പോൾ ഒരു വലിയ ശബ്ദം മറുപടി പറഞ്ഞു, ഞാനിന്ന് പറഞ്ഞു തന്നാലും എനിക്ക് മനസ്സിലാകില്ല. ശരിയായിരിക്കാം, എനിക്ക് മനസ്സിലാകില്ല. എങ്കിലും മരിച്ചില്ലാതാകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് ഭയങ്കരമായ ആഗ്രഹം, ഭയങ്കരമായ ആകാംക്ഷ. അല്പമെങ്കിലും അറിയാമല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. എന്താണിത്? എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ആ വലിയ ശബ്ദം എന്നോട് മറുപടി പറഞ്ഞു. എങ്കിൽ ഞാൻ പറയാം. ഞാൻ കേട്ടുകൊണ്ടിരുന്നു.